മലയാളിയാണ് അല്ലേ? എന്താ പേരെന്ന് പറഞ്ഞത്? ഹരികൃഷ്ണൻ. ഒരു രാത്രിക്ക് 1000 രൂപയാണ്. ഉണ്ടോ? എനിക്കൊരു ഉമ്മ മാത്രം മതി. പിന്നെ കുറച്ച് കിന്നാരം പറയണം. അതൊക്കെയാണല്ലോ രസം. ഞാൻ ഈ കുടുക്ക ഒരു വഴിപാടിന് വെച്ചിരുന്നതാണ്. വഴിപാടിനെയും കഴിക്കാമല്ലോ. അല്ലെങ്കിൽ ഇത് തന്നെ വഴിപാട്. 100 കൂടായി. ഇതെന്താ ഇങ്ങനെ? അടുത്ത 48 മണിക്കൂറിനകം ഇവിടുന്ന് പോകാനാ ഓർഡർ. പിന്നെ ഇങ്ങോട്ട് വരാനൊക്കില്ല. ഇവിടെ ഉണ്ടാക്കിയത് ഇവിടെ തന്നെ തീർത്താൽ നാളെ സമാധാനമായിട്ട് പുതിയ തെണ്ടൽ തുടങ്ങാമല്ലോ. ഒരു 15 പൈസയുടെ കുറവുണ്ട്. ഒരു മലയാളി എന്നുള്ള കൺസെഷൻ തരണം. ഈ 15 പൈസയുടെ കുറവില് എൻ്റെ ഒരു മോഹം നടക്കാതിരിക്കാൻ പാടില്ലല്ലോ ചേച്ചി. ഈ തൊഴിലിന് ഭാഷയായിട്ട് ബന്ധമൊന്നുമില്ല. എവിടെ ആ സുന്ദരിക്കുട്ടി കിരൺ? എന്റെ ഈശ്വര, പല ജാതിയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനൊരെണ്ണം ആദ്യമായിട്ടാ. പണിയെല്ലാം പോയി. ഞാനിവിടുന്ന് എല്ലാം കെട്ടിപ്പറക്കി പോവാ. അതിനു മുമ്പ് എന്നെ ഒന്ന് കണ്ട് കെട്ടിപ്പിടിച്ചു ഉമ്മ തരാന്ന് വിചാരിച്ചു. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ഇഷ്ടം എന്ന് വെച്ചാ, നീ കൊള്ളാം, ബെസ്റ്റ് ചരക്ക. കൊള്ളാന്ന് എന്തിനേയും ഞങ്ങളുടെ നാട്ടില് നല്ല ചരക്കെന്ന് പറയും. നാട്ടില് പൂവാലന്മാര് പെൺപിള്ളാരെ കണുവ് കളിയാക്കി വിളിക്കും, ഡി ചരക്ക് ഡി. ഹിന്ദിയിൽ മാట్లాടലണ്ടി. दारू पीने के बाद मुझे हिंदी नहीं आता. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഹിന്ദി വരൂല. ഹിന്ദിയില് അച്ഛ മാൽ ഞങ്ങളുടെ നാട്ടില്. പക്ഷെ അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ തന്നെ തന്ത. മനുഷ്യര് മനസ്സിലാകുന്ന ഭാഷയെ പല കൊച്ചേ. 1000 രൂപ നുള്ളിപ്പറക്കി കൊടുത്തിട്ടാ ഞാനിങ്ങോട്ട് വന്നത്. നീ എന്നെ ഇവിടെ കിടത്തി ഉറക്കിക്കളയല്ലേ. നമുക്കിന്ന് രാത്രി ഒരുപാട് സംസാരിക്കാനുണ്ട്. ആദ്യം നീ എനിക്കൊരു ഉമ്മ. ഉമ്മ ഉമ്മ ഉമ്മ. നാട്ടിലെ മുസ്ലിം സമുദായക്കാര് അമ്മ എന്ന് പറയുന്നതിന് പകരം ഉമ്മ എന്ന് പറയും. അതൊരർത്ഥം. ചുടുചുംബനം ഉമ്മ. അതാ അലക്കണ്ടേ? അലക്കണ്ട. ഉമ്മ ഉമ്മ. ചുമ്മാ ചുമ്മാ ദീദി ഉമ്മ ഉമ്മ താത്ത ഉമ്മ. ഓ മുദ്ദിലി വാല. മുതല വാല. ഉമ്മ. ഇനി പറ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? അണ്ടേ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോ തലേ കൂടെ മുണ്ടിട്ട് കാണിക്കുന്നു. ഇഷ്ടമാണോ നിനക്ക് എന്നെ? നിനക്ക് എന്നെ ഇഷ്ടമാണോ? നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണ് നിനക്ക്? ഞാൻ തരും.